നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. പൊതു അവധി ദിവസമായ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കണമെന്ന സർക്കാർ നിർദ്ദേശം കാറ്റിൽ പറത്തി കുളത്തൂപ്പുഴ വനം മ്യൂസിയം. കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സന്ദർശകരുടെ വരുമാനം 50,000 രൂപയിൽ കവിഞ്ഞപ്പോൾ ഈ വർഷം ഇത് അടച്ചിട്ടത് വനം മ്യൂസിയത്തെ തകർക്കാനാണെന്നും അന്വേഷണം വേണമെന്നും VSS എക്സിക്യൂട്ടീവ് അംഗം അജിമോൻ ആവശ്യപ്പെട്ടു. കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഒരു വാർത്ത നൽകുന്നതിന് വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മുടെ കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 26/8/2024 കുളത്തൂപ്പുഴയിലെ ഫോറസ്റ്റ് മ്യൂസിയം പൂട്ടിയിട്ട നിലയിലാണ് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് കുളത്തൂപ്പുഴയിൽ പൊതുവിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട ദിനങ്ങളിലും ആ നിലയിലാണ് കുളത്തൂപ്പുഴ കാണുന്നത്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഫോറസ്റ്റ് മ്യൂസിയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ ഫോറസ്റ്റ് മ്യൂസിയത്തിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുളത്തൂപ്പുഴയിലെ ക്ഷേത്രത്തിലേക്ക് വന്ന ഭക്തജനങ്ങളടക്കം 100 കണക്കിന് ആളുകളാണ് ഫോറസ്റ്റ് മ്യൂസിയം സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയത്. ഇന്നലെയും ആ നിലയിലാണ് ഈ ഭക്തജനങ്ങളും പുറത്തുനിന്ന് വന്ന നിരവധി വാഹനങ്ങളും ഫോറസ്റ്റ് മ്യൂസിയത്തിൽ എത്തിയപ്പോഴാണ് കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത നിലയിൽ ആ ഫോറസ്റ്റ് മ്യൂസിയം ഈ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഫോറസ്റ്റ് വകുപ്പിനെയും ഇത്തരത്തിലുള്ള ടൂറിസം മേഖലയും നാണം കെടുത്തുന്ന നിലയിൽ ആ സ്ഥാപനം പൂട്ടിയിടുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം കുളത്തൂപ്പുഴയിലുണ്ട്. അതാണ് ഇന്നിപ്പോൾ എല്ലാവരെയും അറിയിക്കണമെന്നുള്ള നിലയിൽ ഇത്തരത്തിലൊരു വാർത്ത കൊണ്ടുവരുന്നത്. തീർച്ചയായും ഏതാണ്ട് 40,000 രൂപയാണ് കഴിഞ്ഞ തവണ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമുക്ക് ഈ ഫോറസ്റ്റ് മ്യൂസിയവും സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടും അവിടെ പ്രവർത്തിച്ചിരുന്ന കഫറ്റേരിയ, ആ കഫറ്റേരിയയിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളടക്കം നൽകി വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിയ ഗസ്റ്റുകളെല്ലാം പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏതാണ്ട് 40,000-50,000 രൂപയാണ് ആ സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയത്. അതായത് ഈ പൂട്ടിയിടൽ നടപടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കെങ്കിലും അറിയാമോ എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾക്ക് VSSന് അറിയില്ല. എന്തായാലും VSSുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി VSSൻ്റെ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പോലും VSSൻ്റെ കമ്മിറ്റിയോ അറിയിക്കാതെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും അറിയിക്കാതെയാണ് ഈ പൂട്ടിയിടൽ എന്ന നടപടി ഇന്നലെ സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്രട്ടറി എടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ തുക ഈടാക്കിക്കൊണ്ട് ഫോറസ്റ്റ് മ്യൂസിയത്തിനെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന നിരന്തരമായി, ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ വരുന്നത് പോലെയുള്ള നിരന്തരമായ ഈ മ്യൂസിയത്തിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിന് നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VSSൻ്റെ കമ്മിറ്റി ഏകകണ്ഠമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.